ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാർ പൊടിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ അച്ചാർ പൊടി റെഡിയാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ അച്ചാർ പൊടി റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു മായവും കലരാത്ത നല്ല അച്ചാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ ഏത് അച്ചാറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അച്ചാർ പൊടിയാണത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരുംജീരകം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറഞ്ഞ അളവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എല്ലാം ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും ജീരകവും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കടുകിൻ്റെ പരിപ്പാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് മുഴുവനായിട്ടുള്ള കടുക് തന്നെ ഇട്ടെടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഉണക്കമുളക് വറുത്തെടുക്കുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളക് ആദ്യം ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. കുറച്ച് തീയൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉലുവയും കടുകൊക്കെ കളറ് മാറിയാൽ നല്ലോണം കയ്പ്പാവും കേട്ടോ. നല്ല കയ്പ്പ് ടേസ്റ്റ് ആവും പിന്നെ മസാലക്ക്. അപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വറവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. ഒരുപാട് കരിച്ചെടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലിട്ടാൽ തന്നെ ഒന്ന് പൊടിഞ്ഞ് വരുന്നൊരിതുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ വറവായത് അത്രയും മതി ഇട്ട്, അത്രയാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതൊരു മിക്സിയിൽ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഞാൻ പറഞ്ഞു ഉണക്കമുളക് നിങ്ങൾക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് മുളക് വറുക്കാത്തത് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഉലുവയും കടുകൊക്കെ ഒരു വറുത്ത ഒരു സ്മെല്ലും അതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ മഞ്ഞളും മുളകൊക്കെ നിങ്ങൾക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി മുളക് പൊടിയാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് നാടൻ മുളക് പൊടി ആയതുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഇതിനും കൂടുതൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ കളറും എരിവ് കുറവായിരിക്കും, അപ്പോൾ കൂടുതലായിട്ട് എടുക്കുക. ഇനിയിപ്പോൾ കായത്തിൻ്റെ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കായത്തിൻ്റെ കട്ട കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് ഇതിൻ്റെ കൂടുതലൊന്ന് വറുത്തിട്ട് നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൊടി ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കായം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. കായത്തിന് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഇതൊരു മീഡിയം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കായത്തിൻ്റെ, അത്രയും മതി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് മിക്സിയിൽ ഒന്നുകൂടെ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസോ കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല കേട്ടോ. ഇതിന് നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്, നമ്മുടെ അച്ചാറിൻ്റെ നല്ലൊരു സ്മെല്ല് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് തരിയുള്ളത് കാരണമാണ് ഉപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.